عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العظيم. സഹോദരന്മാരെ, സഹോദരികളെ, വളരെ ആവേശത്തോടുകൂടെയും താൽപര്യത്തോടുകൂടെയും നിങ്ങളെപ്പോലെ തന്നെ ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ പ്രസംഗം നേരിൽ കാണുവാൻ വേണ്ടി ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹു അതിന് തൗഫീഖ് നൽകി. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി ചെറിയൊരു പരിചയപ്പെടലിനു വേണ്ടി ഒരവസരം വീണ് കിട്ടിയപ്പോൾ ഞാനത് ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ മഹത്തായ അവന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിങ്ങളെപ്പോലെ ഒരു മുവഹിദായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകളിൽ ഒരു കണ്ണിയാവാൻ സാധിച്ചു എന്നുള്ള ആ സത്യം, ആ സന്തോഷം നിങ്ങൾ അറിയിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ്. നിങ്ങൾക്കറിയാമോ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇക്കാണുന്ന മുഖങ്ങളെല്ലാം എനിക്ക് വളരെ അറപ്പും വെറുപ്പുമായിരുന്നു. കാരണമെന്തെന്നാൽ, ഇസ്ലാമിനെ പിഴപ്പിക്കുന്ന, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ മക്കളെ പിഴപ്പിക്കുന്ന, അവരെ കാഫിറാക്കുന്ന ഒരു സമൂഹമായിട്ടായിരുന്നു ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നതും അങ്ങനെ തന്നെയാണ് പഠിച്ചതും. നിങ്ങൾക്കറിയാം, മർക്കസ് സഖാഫത്ത് സുന്നിയായി 7 വർഷക്കാലം പഠനം നടത്തി. അതിന്റെ മുമ്പ് 2 വർഷക്കാലം 2 പള്ളികളിലായി ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഇസ്ലാമിനെ, അഥവാ യഥാർത്ഥ അള്ളാഹുവിന്റെ ഇസ്ലാമിനെ, തൗഹീദിനെ, അതിലേക്ക് വരുന്ന ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന എന്റെ സഹോദരന്മാർ, അഥവാ അലവി സഖാഫി, അതുപോലെ തന്നെ സുലൈമാൻ മാളിയേക്കൽ, ഇതുപോലത്തെ പ്രഗത്ഭരായ സഖാഫിമാരുടെ കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കുകയും അവരോടൊപ്പം തന്നെ ബിരുദം വാങ്ങി പുറത്തിറങ്ങുകയും ചെയ്ത ശേഷം പല ഭാഗങ്ങളിൽ ദർസുകൾ നടത്തുകയും ഇപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഒരു കടയിൽ ജോലി ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എത്ര തവണ പടച്ച തമ്പുരാനെ സ്തുതിച്ചാലും മതിവരാത്തൊരവസരം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഹിദായത്തിന്റെ മാർഗത്തിലാണ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് എന്ന സത്യം നിങ്ങൾ അറിഞ്ഞതിന്റെ ശേഷമാണെങ്കിലും ഞാൻ അത് മനസ്സിലാക്കിയതിന്റെ പേരിൽ തന്നെയാണ് നിങ്ങളുമായി സംസാരിക്കുന്നത്. ഈ ഒരവസരത്തിൽ ആദ്യമായി നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന പല പല ഘടകങ്ങളും പല പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. സഹോദരങ്ങളെ, ചെറുപ്പത്തിൽ തന്നെ
അതായത് സാധാരണക്കാരായ ആളുകളോട് ഈ സാധുക്കളായ പണ്ഡിതന്മാർ ഈ സലഫി വിഭാഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു പടച്ചവനിൽ വിശ്വസിക്കുന്നവരാണ് അവർ എന്നാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ, അതല്ലെങ്കിൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പടച്ചവനെക്കുറിച്ചല്ല വഹാബികൾ അതല്ലെങ്കിൽ സലഫുകൾ സംസാരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും എന്നുള്ള ആ വലിയ തെറ്റിദ്ധരിപ്പിക്കൽ അത് ചെറുപ്പം മുതൽ ഇന്നും അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയട്ടെ. മർക്കസ് സഖാഫത്തു സുന്നിയായിൽ പഠിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസ്സിൽ വലിയൊരു പണ്ഡിതനായ മർക്കസിലെ പ്രധാനപ്പെട്ട ഉസ്താദായ നെല്ലിക്കുത്ത് ഉസ്താദ് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ പടച്ചവനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അവസരം ഞാൻ ഒഴിയുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ അള്ളാഹുവിനെ കുറിച്ച് വഹാബികൾ സലഫുകൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം ക്ലാസ് എടുക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ അഖായിദു സുന്ന എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മഹാനായ ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ തൗഹീദ് എന്ന പുസ്തകത്തിലെ ഏതാനും ചില വരികൾ എടുത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സമർത്ഥിച്ച് പറഞ്ഞു. ചുരുക്കത്തിൽ ഫമഅബൂദു ഹാദാ വ ഇലാഹുഹു മുറക്കബും മിൻ അജ്സാഇൻ വ ജവാരിഹ. ഈ അബ്ദുൽ വഹാബിന്റെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയൊക്കെ പടച്ചവൻ അവയവങ്ങൾ, കൈകൾ, കാലുകൾ, അതുപോലെ തന്നെ മറ്റു അവയവങ്ങളെ കൊണ്ടൊക്കെ മുറക്കബായ ഒരുമിച്ചു കൂട്ടപ്പെട്ട ഒരു വസ്തുവാണ്. ഇതിലാണ് അവർ വിശ്വസിക്കുന്നത് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, അദ്ദേഹം അവിടെ ഒരു ഇജ്തിഹാദ് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അവരുടെ വിശ്വാസമെങ്കിൽ അവർ വിശ്വസിക്കുന്ന പടച്ചവന് രണ്ട് കാലുണ്ടെങ്കിൽ ആ രണ്ടു കാലിന്റെ ഇടയിൽ വല്ലതും ഉണ്ടായിരിക്കണം എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ അത് ഇമ്മാ ദക്കർ ഔ ഉൻസ, ഒന്നിരിക്കൽ അത് പുരുഷനായിരിക്കും അല്ലെങ്കിൽ അത് സ്ത്രീ ആയിരിക്കും. ഇത്രയും വികലമായ രൂപത്തിൽ ആണ് സലഫുകളെ കുറിച്ച് പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുത ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സലഫ് സാലിഹികൾ വിശ്വസിക്കുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് പഠിപ്പിച്ച, അതുപോലെ തന്നെ ഇമാമുകൾ അയിമ്മത്തുകൾ പഠിപ്പിച്ച യഥാർത്ഥ സലഫിന്റെ മാർഗത്തിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുന്ന അഥവാ സലഫുകൾ വിശ്വസിക്കുന്ന അതാണ് പടച്ചവൻ, അതാണ് ഇലാഹ്, അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ കിതാബൊന്നും ഓതേണ്ട ആവശ്യമില്ല. പഠിക്കുന്ന കിതാബുകൾ തന്നെ വരികൾക്കിടയിലൂടെ നല്ല ആത്മാർത്ഥമായി നല്ല നിലക്ക് വായിച്ചാൽ ഏത് സഹോദരങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനൊന്ന് നിങ്ങളുമായി പരിചയപ്പെടുക എന്നുള്ള മാത്രം ലക്ഷ്യമുള്ളൂ. ഇൻഷാ അല്ലാഹ് പരിപാടികളൊക്കെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും നിങ്ങളുമായി ബന്ധപ്പെടാം, പടച്ചവൻ തൗഫീഖ് ചെയ്താൽ. അതുകൊണ്ട് തന്നെ മഹാനായ സലഫിയുടെ പ്രസംഗം കേൾക്കാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഞാനും സിഡിയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. അദ്ദേഹവുമായി നേരിൽ സംസാരിക്കുവാനും അദ്ദേഹത്തിന്റെ പ്രസംഗം ശരിക്കു വീക്ഷിക്കുവാനുമാണ് ഞാൻ നിങ്ങളെപ്പോലെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിനും അതുപോലെ നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ മാർഗത്തിൽ ഒരുപാട് കാലം പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.